പണത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം ആഡംബര വസ്തുക്കൾ വാങ്ങുകയല്ല, മറിച്ച് നിങ്ങളുടെ സമയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നിയന്ത്രണം നേടുക എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്യന്തിക രൂപം. മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനും പണവുമായി മികച്ച ബന്ധം പുലർത്താനും ആഗ്രഹിക്കുന്ന ഏതൊരാളും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് മോർഗൻ ഹൊസൈലിൻ്റെ പണത്തിൻ്റെ മനഃശാസ്ത്രം എന്ന പുസ്തകം. പണത്തോടുള്ള നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് പണത്തിൻ്റെ മനഃശാസ്ത്രം. ഈ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്ന പണവുമായുള്ള നിങ്ങളുടെ ബന്ധം നിയന്ത്രിക്കുന്നതിനും സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനുമുള്ള താക്കോൽ രണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. രണ്ട്, ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് നിങ്ങളുടെ സ്വന്തം ഗെയിം പ്ലാൻ രൂപകൽപ്പന ചെയ്യുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. ഈയൊരു അവലോകനം ആർക്കു വേണ്ടിയാണ് ചിന്തിക്കുന്നത്? ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒന്ന്, ഒരു 25 വയസ്സുകാരൻ തൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ പിന്നോക്കമാണെന്നും സഹായം ആവശ്യമാണെന്നും തോന്നുന്ന പക്ഷം ഈ പുസ്തകം പ്രയോജനപ്പെടും. രണ്ട്, 50 വയസ്സുള്ള ഒരു ലൈഫ് കോച്ച് അയാളുടെ ക്ലയൻറ്റുകളെ മികച്ച രീതിയിൽ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അയാളുടെ സാമ്പത്തിക പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഈ പുസ്തകം പ്രയോജനപ്പെടുത്താം. 3, തൻ്റെ പഠന ആവശ്യങ്ങൾ വിപുലപ്പെടുത്താൻ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിക്കും ഈ പുസ്തകത്തെ പ്രയോജനപ്പെടുത്താം. പ്രത്യേകമായി പറഞ്ഞ ഈ 3 വിഭാഗം മാത്രമല്ല, സാമ്പത്തിക അച്ചടക്കം ആഗ്രഹിക്കുന്ന ആർക്കും ഈ പുസ്തകം പ്രയോജനപ്പെടുത്താം. കാരണം പണത്തോടുള്ള നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് പണത്തിൻ്റെ മനഃശാസ്ത്രം. ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. പണം കൊണ്ട് വിജയം എന്ന അറിവ് IQ അല്ലെങ്കിൽ ഗണിത വൈദഗ്ധ്യം അല്ല. ഈ പുസ്തകത്തിൽ പറയുന്നത് ഒരാളുടെ പെരുമാറ്റത്തെ പറ്റിയാണ്. ഓരോരുത്തരും വ്യത്യസ്തമായ പെരുമാറ്റ രീതിയുള്ളവരാണ്. നമ്മൾക്കോരോരുത്തർക്കുമുള്ള ആഗ്രഹങ്ങളും ഭയങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്. പണം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സവിശേഷമായ ചിന്തകളും വികാരങ്ങളും ഉണ്ടാകും. പണത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് ആ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും കുറിച്ച് ബോധവാന്മാരാകാൻ നമ്മെ സഹായിക്കും. നിങ്ങളുടെ പ്രവണതകളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം മനസ്സിൻ്റെയും ചിന്തകളുടെയും ആഗ്രഹത്തിൻ്റെയും ശക്തി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ ഓരോരുത്തരുടെയും ജീവിതം മാറ്റാൻ കഴിയും. വിവരങ്ങളെ ഒരു സൂത്രവാക്യത്തിൽ ഉൾപ്പെടുത്തുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് സൂത്രവാക്യം പറഞ്ഞു തരുന്ന ഒരു ഗണിതാധിഷ്ഠിത മേഖലയായാണ് സാമ്പത്തികം പഠിപ്പിക്കപ്പെടുന്നതെങ്കിലും നമ്മൾ മനുഷ്യർ വെറും യുക്തിരഹിതരും വൈകാരിക ജീവികളുമല്ല. റേറ്റ് ഓഫ് റിട്ടേൺ ഓപ്റ്റിമൈസ് ചെയ്യുന്ന യന്ത്രങ്ങളുമല്ല. സ്റ്റോക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം തുടങ്ങിയ പണത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും സാങ്കേതിക വശങ്ങളെപ്പറ്റി പല സാമ്പത്തിക പുസ്തകങ്ങളും പ്രതിപാദിക്കുന്നെങ്കിലും സാമ്പത്തിക വിജയം, സാമ്പത്തിക വിശകലനങ്ങൾ, മാർക്കറ്റ് നിയമങ്ങൾ മുതലായവ ഒരാളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെക്കാൾ അയാളുടെ മാനസികവും വൈകാരികവുമായ പ്രേരണകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ. കാലാകാലങ്ങളായി കൂട്ടായ പരീക്ഷണങ്ങളിലൂടെയും പിഴവുകളിലൂടെയും മനുഷ്യർ എങ്ങനെ മികച്ച കർഷകരും വിദഗ്ധരായ പ്ലംബർമാരും നൂതന രസതന്ത്രജ്ഞരും ആകാമെന്ന് പഠിച്ചു. എന്നാൽ ഈ പരീക്ഷണവും പിശകും നമ്മുടെ വ്യക്തിപരമായ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? കടക്കണിയിൽ നാം നമ്മെ തന്നെ കുഴിച്ചു മൂടാനുള്ള സാധ്യത കുറവാണോ?
മഴയുള്ള ഒരു ദിവസത്തേക്ക് ലാഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടോ? അതോ വിരമിക്കലിന് തയ്യാറെടുക്കുകയാണോ? പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ മുമ്പ് മനുഷ്യർക്ക് പണവുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ശക്തമായ തെളിവുകൾ താൻ കണ്ടിട്ടില്ല എന്ന് എഴുത്തുകാരൻ പറയുന്നു. അതൊരു വലിയ കാര്യമാണ്. ഭാവിയിൽ സമ്പന്നനാകുന്നതിന് ആരും ആരെയും തടയുന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കുകയും പണവുമായി മെച്ചപ്പെട്ട ബന്ധം പുലർത്തുകയും വേണമെന്ന് മാത്രം. പണത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന വിചിത്രമായ വഴികൾ ഉള്ള ചെറു കഥകളുടെ ഒരു സമാഹാരമാണ് പണത്തിൻ്റെ മനഃശാസ്ത്രമെന്ന ഈ പുസ്തകം. ഒരാളുടെ സാമ്പത്തിക ഗുണങ്ങളെ ബാധിക്കുന്ന ബന്ധപ്പെട്ട പക്ഷപാതങ്ങൾ, പിഴവുകൾ, പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ എഴുത്തുകാരൻ ഭംഗിയായി അവതരിപ്പിക്കുന്നു. ഈ അറിവ് ഉപയോഗിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ പണത്തെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നും ഗ്രന്ഥകാരൻ പറയുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒരു സംഗ്രഹമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഹ്രസ്വവും പ്രവർത്തനക്ഷമവുമായ കുറച്ചു പാഠങ്ങൾ നമ്മുടെ മനഃശാസ്ത്രം നമുക്ക് വേണ്ടിയോ നമുക്കെതിരെയോ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നോക്കാം. മനുഷ്യർ എന്തുകൊണ്ട് കടത്തിൽ മുങ്ങുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 20 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ആർത്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ് അതിനായി ശ്രദ്ധിക്കേണ്ടത്. ഓഹരി വില ഏറ്റവും താഴ്ന്നിരിക്കുന്ന സമയത്ത് നിക്ഷേപകർ എന്തുകൊണ്ട് ഓഹരികൾ വിൽക്കുന്നു എന്നറിയാൻ പിന്നീട് ലഭിക്കാൻ സാധ്യതയുള്ള വിലയുടെ കണക്കല്ല നോക്കേണ്ടത്. നേരെ മറിച്ച് ആ ആളുകൾ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തങ്ങളുടെ പ്രവൃത്തി അവരുടെ ജീവിതം നശിപ്പിക്കുമോ എന്ന ചിന്ത കൊണ്ട് മനസ്സിലാക്കാവുന്ന വേവലാതിയാണ് കണക്കിലെടുക്കേണ്ടത്. അധ്യായം 1. ആരും ഭ്രാന്തരല്ല. പണത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി പണം നിലനിൽക്കുന്നുണ്ടെങ്കിലും റിട്ടയർമെൻറ്റിനായി സമ്പാദിക്കുന്നതിലും നിക്ഷേപിക്കുന്നതിലും നമ്മൾ പലരും മോശമാണ്. പക്ഷേ എല്ലാവരും പണം കൊണ്ട് ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ഭ്രാന്തമെന്ന് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആശയം എനിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. പണം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും ചെയ്യാത്തതിൻ്റെ കാരണം എല്ലാവരും ഈ ഗെയിമിൽ പുതിയവരായതുകൊണ്ടും എല്ലാവരും പണത്തെ വ്യത്യസ്തമായി കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടുമാണ്. ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാൾ പ്രതിസന്ധികളെ നേരിടുന്നതിനെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ചിന്തിക്കുന്ന രീതി ധനികനായ ഒരു ബാങ്ക് ഉടമയുടെ മകന് എത്ര ശ്രമിച്ചാലും മനസ്സിലാകില്ല. വിലക്കയറ്റം കൂടുതലായിരുന്ന കാലത്ത് ജീവിച്ച ഒരാൾ അനുഭവിച്ചത് സ്ഥിരതയുണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്നയാൾ ഒരിക്കലും അനുഭവിക്കില്ല. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട ഓഹരി ദല്ലാളിന് ഉണ്ടായ അനുഭവം 1990കളിലെ നല്ല കാലത്ത് സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. 30 വർഷമായിട്ട് സാമ്പത്തിക മാന്ദ്യം എന്തെന്നറിയാത്ത ആസ്ട്രേലിയക്കാരൻ്റെ അനുഭവം ഒരു അമേരിക്കക്കാരന് ഒരിക്കലും ഉണ്ടാകില്ല. പഠിച്ചതുകൊണ്ടോ തുറന്ന മനസ്സോടെ പ്രവർത്തിച്ചതുകൊണ്ടോ പേടിയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ശക്തിയെ നേരിടാൻ നമുക്ക് സാധ്യമല്ല. സൈദ്ധാന്തികമായി പറഞ്ഞാൽ ഒരാൾ നിക്ഷേപം നടത്തുന്നത് അയാളുടെ ലക്ഷ്യവും അക്കാലത്ത് ലഭ്യമായ നിയമ സാധ്യതകളും കണക്കിലെടുത്തായിരിക്കണം. പണത്തിൻ്റെ മേഖലയിൽ ഒരാൾ എടുക്കുന്ന തീരുമാനങ്ങൾ അയാൾക്ക് അപ്പോൾ ലഭ്യമായ വിവരങ്ങൾ ലോകഗതിയെക്കുറിച്ച് അയാളുടേതായ മാനസിക ക്രമത്തിലേക്ക് സന്നിവേശിപ്പിച്ചതിനു ശേഷം പ്രാവർത്തികമാക്കുന്നതായി ആകയാൽ അത് ന്യായീകരിക്കാവുന്നതാണ്. പണത്തെ സംബന്ധിച്ച് ഒരാൾ എടുക്കുന്ന തീരുമാനം ആ നിമിഷത്തിൽ അയാൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണെന്നും അതിനായി വേണ്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടു മാത്രം എടുക്കുന്നതാണെന്നുമുള്ളത് സുനിശ്ചിതമാണ്. ലോട്ടറി ടിക്കറ്റ് ആരാണ് വാങ്ങുന്നത്?
അധികവും പാവപ്പെട്ടവരാണ്. ഇത് ഒരുതരം ഭ്രാന്താണ്. സ്വപ്നലോകത്ത് ജീവിക്കുന്നു എന്നതാണ് ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നവരെക്കുറിച്ചുള്ള ന്യായീകരണം. അധ്യായം 2. ഭാഗ്യവും ഛേദവും. സാമ്പത്തിക കഴിവുകളേക്കാൾ വലിയ സ്വാധീനം ഇവയ്ക്ക് രണ്ടിനുമുണ്ട്. ഒന്നും തോന്നുന്നത്ര മെച്ചവുമല്ല, അത്ര മോശവുമല്ല. ജീവിതത്തിൽ നേടുന്നതെല്ലാം സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമല്ല എന്നുള്ളതിന് തെളിവാണ് ഭാഗ്യവും ഛേദവും. അവ തമ്മിൽ വലിയ സാമ്യമാണ് ഉള്ളത്. അതിനാൽ ഒന്നിൽ വിശ്വസിക്കുന്നവൻ മറ്റേതിലും വിശ്വസിച്ചേ മതിയാവൂ. എല്ലാ വിജയങ്ങളിലും കഠിനാധ്വാനം മൂലമല്ല, എല്ലാ ദാരിദ്ര്യവും അലസത മൂലവുമല്ല. ഫലങ്ങളെ പലപ്പോഴും ഭാഗ്യവും അപകട സാധ്യതയും കൂടുതൽ സ്വാധീനിക്കുമ്പോൾ കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും നമ്മൾ അമിതമായി ഊന്നൽ നൽകുന്നു. ഭാഗ്യത്തിനും ആപൽ സാധ്യതകൾക്കും ഒരേ പരിഗണന നൽകുകയാണെങ്കിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സാമ്പത്തിക വിജയങ്ങൾ വിലയിരുത്തുമ്പോൾ അത് ആദ്യ കാഴ്ചയിൽ തോന്നുന്നതുപോലെ അത്ര മെച്ചവുമല്ല, മോശവുമല്ല. മറ്റുള്ളവരുടെ വിജയം ഭാഗ്യം കൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുശുംബനെന്നും മര്യാദയില്ലാത്തവനെന്നും ആളുകൾ മുദ്രകുത്തും. ഭാഗ്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും ഇതാണ് സംഭവിക്കുക. സ്വന്തം കാര്യത്തിനാണെങ്കിൽ വിജയം ഭാഗ്യം മൂലമാണെന്ന് സമ്മതിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ നിരാശപ്പെടുത്തും. ഒരു വ്യാപാരത്തിൽ പരാജയപ്പെട്ടാൽ ജയിക്കാനായി ശരിക്കും പരിശ്രമിക്കില്ലെന്നാണോ അർത്ഥം? വികലമായി തീരുന്ന ഔദ്യോഗിക ജീവിതം മടികൊണ്ട് മാത്രമാണോ അത്തരത്തിലാകുന്നത്? ഭാഗ്യത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ അപകട സാധ്യതയിലും തൻ്റെ പ്രവൃത്തി മൂലമാണോ അതോ അപകട സാധ്യത കൂടിയതുകൊണ്ടാണോ പരാജയം സംഭവിച്ചതെന്ന് വിശകലനം ചെയ്യാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ വിഷമകരമാവും, അതുപോലെ സങ്കീർണമാവുകയും ചെയ്യും. നഷ്ടവും ഭാഗ്യവും ഇരട്ട വ്യക്തിത്വങ്ങളാണ്. ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമുള്ളവയാണ്. സാമൂഹികമായി തുലനം ചെയ്താൽ എങ്ങുമെത്തുകയില്ല. അത്ര ഉയരത്തിലാണ് അതിൻ്റെ തുമ്പ്. അതായത് ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു യുദ്ധമാണത്. ജയിക്കാനായി ആ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയാണ് ബുദ്ധി. അതിനായി ചുറ്റുമുള്ളവരെക്കാൾ കുറവാണെങ്കിലും തനിക്ക് വേണ്ടിടത്തോളമുണ്ട് എന്ന് സ്വയം സമ്മതിക്കുക. ലാസ് വെഗാസിലെ കാസിനോകളിൽ നിന്നും വിജയം നേടണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ: കയറിയ ഉടൻ തിരിച്ചിറങ്ങുക. അതുപോലെയാണ് മറ്റുള്ളവരുടെ ആസ്തികൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നതും. അധ്യായം 3. ഒരിക്കലും മതി വരില്ല. മതിയാവോളം എന്നാൽ വളരെ കുറവ് എന്നല്ല, വേണ്ടിടത്തോളം മാത്രം ഉണ്ടാക്കുക എന്നതാണ്. കൂടുതൽ നേടാനുള്ള ആർത്തി അപകടങ്ങളിൽ ചാടിക്കും. ഒരാൾക്ക് എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നറിയണമെങ്കിൽ ഛർദ്ദിക്കുന്നതുവരെ കഴിച്ചു നോക്കണം. അത് ആരും ചെയ്തു നോക്കാറില്ല. വ്യാപാരം ചെയ്യുമ്പോഴും പണമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ചിന്ത വേണം. പരാജയപ്പെടുമ്പോഴാണ് കൂടുതൽ നേടണമെന്നുള്ള യജ്ഞം അവസാനിപ്പിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള ദശലക്ഷക്കണക്കിന് പണം തികയില്ലെന്ന് തോന്നിയാൽ എല്ലാം നഷ്ടപ്പെട്ട എണ്ണമറ്റ സമ്പന്നർ ഉണ്ടെന്നും ചിന്തിക്കുക. ഈ പരാജയങ്ങളിൽ നിന്നും നാം പഠിക്കുന്ന പാഠം ഉള്ളതും ആവശ്യമുള്ളതും ഇല്ലാത്തതും ആവശ്യമില്ലാത്തതും അപകടപ്പെടുത്തരുത് എന്നതാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ടും കൂടുതൽ ആഗ്രഹിച്ച ആളുകൾ അത്യാഗ്രഹികളും എപ്പോഴും നിർത്തണമെന്ന് അറിയാത്തവരും ആയതിനാൽ അവർ സ്വന്തം നാശം വരുത്തി ഗോൾ പോസ്റ്റുകൾ നീക്കുന്നത് തടയുക എന്നതാണ് ഏറ്റവും കഠിനമായ സാമ്പത്തിക വൈദഗ്ധ്യം. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയ ശേഷം അടുത്ത ലക്ഷ്യത്തിലേക്ക് നോക്കുന്നു. ചക്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ സ്വയം മാനദണ്ഡമാകുന്ന ഗോവണിയിൽ
നമുക്ക് മുകളിലുള്ള മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നതിലൂടെയാണ് ഇത് പലപ്പോഴും നയിക്കപ്പെടുന്നത്. മതി എന്നതിനർത്ഥം നമ്മൾ സാമ്പത്തിക വിജയത്തിനായി ശ്രമിക്കുന്നത് നിർത്തുക എന്നല്ല. പ്രശസ്തി, സ്വാതന്ത്ര്യം, കുടുംബം, സുഹൃത്തുക്കൾ, സ്നേഹം, സന്തോഷം എന്നിവ കണക്കിലെടുക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നത് അപകട സാധ്യതയിലേക്ക് കൊണ്ടുപോകും. അധ്യായം 4. അമ്പരപ്പിക്കുന്ന കോമ്പൗണ്ടിംഗ്. നല്ല നിക്ഷേപങ്ങൾ ഉയർന്ന റിട്ടേണുകൾ കിട്ടണമെന്നില്ല. കാരണം ഉയർന്ന റിട്ടേണുകൾ ഒറ്റയടിക്ക് ആവർത്തിക്കാൻ കഴിയാത്ത ഹിറ്റുകളായിരിക്കും. നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നതും ഏറ്റവും കൂടുതൽ കാലം ആവർത്തിക്കാവുന്നതുമായ നല്ല വരുമാനം നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കോമ്പൗണ്ടിംഗ് കാട് കയറുന്നത്. വാറൻ ബഫറ്റിൻ്റെ ഉദാഹരണം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബഫറ്റ് ഒരു മികച്ച നിക്ഷേപകനായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം നിക്ഷേപ തന്ത്രമോ ഫോർമുലയോ അല്ല. സമയമായപ്പോൾ മിക്ക ആളുകളിൽ നിന്നും വ്യത്യസ്തമായി 10 വയസ്സുള്ളപ്പോൾ നിക്ഷേപം ആരംഭിച്ചു. 30 വയസ്സായപ്പോൾ $1 മില്യൺ ആസ്തിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ $84.5 മില്യൺ ആസ്തിയിൽ $81.5 മില്യൺ 65-ാം വയസ്സിന് ശേഷം നേടിയവയായിരുന്നു. 10 വയസ്സ് മുതൽ കുറഞ്ഞത് 89 വയസ്സ് വരെ സ്ഥിരമായി നിക്ഷേപിച്ചത് കൊണ്ടാണ് കോമ്പൗണ്ടിങ്ങിൽ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ സംഭവിച്ചത്. ആ ഒരൊറ്റ പോയിന്റാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തെ വിവരിക്കുമ്പോൾ പ്രധാനമായും പറയാനുള്ളത്. കോമ്പൗണ്ടിങ്ങിൻ്റെയും സമയത്തിൻ്റെയും ശക്തി. അദ്ദേഹത്തിൻ്റെ നൈപുണ്യം നിക്ഷേപിക്കുന്നതിലാണ്, എന്നാൽ അദ്ദേഹത്തിൻ്റെ രഹസ്യം സമയത്തിലാണ്. ഒരു അസറ്റ് വർഷങ്ങളോളം വളരാൻ കഴിയുമെങ്കിൽ മാത്രമേ കോമ്പൗണ്ടിംഗ് പ്രവർത്തനക്ഷമത കൈവരിക്കുകയുള്ളൂ. സാധ്യമായ ഏറ്റവും ഉയർന്ന വരുമാനം പ്രതീക്ഷിച്ച് വലിയ റിസ്ക് എടുക്കരുത്. ദീർഘകാലത്തേക്ക് നിലനിർത്താൻ കഴിയുന്ന മാന്യമായ വരുമാനത്തിലേക്ക് പോവുക. കഴിയുന്നത്ര നേരത്തെ നിക്ഷേപം ആരംഭിക്കുക. പണം വളരാൻ കാത്തിരിക്കുക. കോമ്പൗണ്ടിങ്ങിൻ്റെ വിപരീത സ്വഭാവം നമ്മളിൽ ഏറ്റവും മിടുക്കന്മാരായവരെ പോലും അതിൻ്റെ വലിയ ശക്തിയെ അവഗണിക്കാൻ പ്രേരിപ്പിക്കും. അധ്യായം 5. സമ്പന്നനാവുക, സമ്പന്നമായി തുടരുക. നല്ല നിക്ഷേപങ്ങൾ എന്നാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നതായി കൊള്ളണമെന്നില്ല. തുടർച്ചയായി തെറ്റുകൾ പറ്റാതെ നോക്കുക എന്നതാണ് പ്രധാനം. ധനികരാകാൻ 1000 വഴികളുണ്ട്, സഹായിക്കാൻ ധാരാളം പുസ്തകങ്ങളും. എന്നാൽ ധനം നിലനിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. വിശിക്കും മനോവിഭ്രാന്തിക്കും നേർത്ത മിശ്രഭാവം കൈവരിക്കുക. ജർമൻസ്കിയെയും ലിവർമോറിനെയും ഗ്രന്ഥകാരൻ ഇക്കാര്യത്തിൽ താരതമ്യം ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. എങ്ങനെ ധനം സമ്പാദിക്കാമെന്ന് രണ്ടുപേർക്കും അറിയാം, പക്ഷേ ധനികരായതിനെ തുടർന്ന് ജീവിക്കുന്നതിൽ രണ്ടുപേരും പരാജയപ്പെട്ടു. സ്വയം ആകണമെന്ന് വിശേഷിപ്പിച്ചെങ്കിലും നമുക്കെല്ലാം ഒരുപോലെ ബാധകമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നമ്മുടെ സമ്പത്ത് ഏതു നിലവാരത്തിലുള്ളതാണെങ്കിലും ധനസമ്പാദനം ഒരു കഴിവാണ്, പക്ഷേ അത് സുരക്ഷിതമായി നിലനിർത്തുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു കഴിവാണ്. സമ്പാദ്യത്തിൻ്റെ ലോകത്തിലെ വിജയം ഒറ്റവാക്കിൽ വിവരിക്കണമെങ്കിൽ അതിനേറ്റവും യോജിച്ച വാക്ക് അതിജീവനം എന്നതാണ്. ധനസമ്പാദനത്തിന് ഒരാൾ അപകട സാധ്യതകളെ നേരിടണം. എപ്പോഴും ശുഭാപ്തി വിശ്വാസം നിലനിർത്തണം. വിവിധ സന്ദർഭങ്ങളിൽ സ്വയം ഇടപെടണം. എന്നാൽ ധനം സുരക്ഷിതമായി നിലനിർത്തുന്നതിന് അത്യാവശ്യമായത് അപായങ്ങളെ നേരിടുന്നതിന് നേരെ എതിരായ കഴിവുകളാണ്. അതിന് വിനയം വേണം. അതോടൊപ്പം ഇപ്പോൾ ഉണ്ടാക്കിയതെല്ലാം പെട്ടെന്നു തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന ഭയവും വേണം. അതിന് പിശുക്കി ചെലവാക്കുന്ന ശീലം വേണം. കൂടാതെ ഇതുവരെ നേടിയതിനു പിന്നിൽ ഭാഗ്യവും
ഒരു പ്രധാന ഘടകമാണെന്ന ബോധവും വേണം. അങ്ങനെയാകുമ്പോൾ വിജയം വീണ്ടും വീണ്ടും നേടുക പ്രയാസമാണെന്ന അറിവും ഉണ്ടാകും. വളർച്ചയായ ബുദ്ധിശക്തിയായ ഉൾക്കാഴ്ചയല്ല, പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, എല്ലാം നശിപ്പിക്കാതെ, എല്ലാം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടാതെ പിടിച്ചു നിൽക്കുക, ഇതിനുള്ള കഴിവാണ് ജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതിജീവനത്തുള്ള മനസ്ഥിതി ധനപരമായ ഇടപാടുകളിൽ സുപ്രധാനമാണെന്ന് തെളിയിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സുതാര്യതയാണ്. നിങ്ങളെ തന്നെ നശിപ്പിക്കത്തക്ക പ്രാധാന്യമുള്ളതല്ല ഏതൊരു ലാഭവും എന്ന ബോധം. രണ്ട്, കോമ്പൗണ്ടിങ്ങിൻ്റെ അന്തരാവബോധത്തിനെതിരായുള്ള കണക്ക് കൂട്ടലുകൾ. അതിജീവനത്തിലുള്ള മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, വലിയ ലാഭം നേടുന്നതിനേക്കാൾ പ്രധാനം ഞാൻ സാമ്പത്തികമായി തകരരുത് എന്ന ദൃഢനിശ്ചയമാണ്. തകർച്ച ഒഴിവാക്കാൻ സാധിച്ചാൽ എനിക്ക് ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അപ്പോൾ എനിക്ക് എത്ര കാലം വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും അതുവഴി കോമ്പൗണ്ടിങ്ങിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടുകയും ചെയ്യാം. 2, ആസൂത്രണം പ്രധാനമാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ആസൂത്രണം പിഴച്ചാൽ അതിനുള്ള പ്രതിവിധിയും തയ്യാറാക്കി വയ്ക്കുക എന്നതാണ്. 3, ബാർബഡ് വ്യക്തിത്വം. ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഉള്ളപ്പോൾ തന്നെ ആ ഭാവിയിലേക്കുള്ള പ്രയാണത്തെ എന്തെങ്കിലും തടസ്സപ്പെടുത്തുമോ എന്ന ഭയമുള്ളവരാകുക. അത് അത്യന്താപേക്ഷിതമാണ്. എല്ലാം നന്നായി വരും എന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം. അധ്യായം 6, ഭാഗ്യമില്ലെങ്കിലും വിജയം സ്വന്തമാക്കാം. പകുതി സമയത്ത് തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് വലിയ സമ്പത്ത് നേടാനാവും. ഇതിനായി ഞാൻ കിണഞ്ഞ് ശ്രമിച്ചു തുടങ്ങിയിട്ട് 30 വർഷമായി. ഇതിൻ്റെ കണക്ക് വളരെ ലളിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില പദ്ധതികൾ വിജയിക്കുകയും മറ്റുള്ളവ പരാജയപ്പെടുകയും ചെയ്യും. ഒന്നിനെപ്പറ്റിയും ആവശ്യത്തിലധികം തല പുകയ്ക്കേണ്ട കാര്യമില്ല. വേഗത്തിൽ അടുത്തതിലേക്ക് കടക്കുക. ബ്രാഡ് പീറ്റ് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് സ്വീകരിച്ച പ്രസംഗത്തിൽ പറഞ്ഞതാണ് മേൽപ്പറഞ്ഞ വാക്കുകൾ. നീണ്ട ഒരു നിരയുടെ വാലറ്റത്ത് കിടക്കുന്ന സംഭവങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തിയേക്കാം. ഇത്തരം മേഖലകളിൽ നിസ്സാര സംഭവങ്ങൾക്ക് പ്രധാനപ്പെട്ട ഫലങ്ങൾ കാരണമാകുന്നു. അത്തരം സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രയാസമാണ്. അതിൻ്റെ കണക്കുകൾ അറിയാമെങ്കിൽ പോലും ഒരു നിക്ഷേപകൻ പകുതിയിലധികം പ്രാവശ്യം തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടും അവസാനം വൻപിച്ച ലാഭം നേടുന്നത് അയാളുടെ സഹജാവബോധം കൊണ്ടല്ല. പല കാര്യങ്ങളും പരാജയപ്പെടുന്നത് സാധാരണമാണെന്നാണ് നാം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിനാലാണ് അപ്രകാരം സംഭവിക്കുമ്പോൾ നമ്മൾ കൂടുതലായി വികാരത്തിന് അടിമകളാകുന്നത്. ബൃഹത്തായതോ ലാഭകരമായതോ പ്രശസ്തി നേടിയതോ സ്വാധീനശക്തിയോ ആയ ഏത് സംഭവവും ഒരു നീണ്ട നിരയുടെ കണ്ണിയായ സംഭവത്തിൻ്റെ പരിണിത ഫലമായിരിക്കാനാണ് സാധ്യത. അത് 1000-ൽ 1 അല്ലെങ്കിൽ കോടികളിൽ 1 ആയിരിക്കാം. നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ബൃഹത്തും ലാഭകരവും പ്രശസ്തവും സ്വാധീന ശക്തിയുമുള്ളതുമായ സംഭവങ്ങളായിരിക്കും നാം ശ്രദ്ധിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ ഫലം മാത്രമാകുമ്പോൾ അതിൻ്റെ ശക്തിയും മൂല്യവും വില കുറച്ച് കാണുക സാധാരണമാണ്. അധ്യായം 7, സ്വാതന്ത്ര്യം. സമയം നിങ്ങളുടെ അധീനത്തിലാകുന്നു എന്നതാണ് പണം കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്കാവശ്യമുള്ളവരുമായി ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയാനുള്ള കഴിവാണ് സമ്പത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം.
പണത്തിൻ്റെ ഏറ്റവും വലിയ അന്തർലീനമായ മൂല്യം നിങ്ങളുടെ സമയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം നൽകാനുള്ള കഴിവാണ്. ഇത് നിങ്ങളുടെ ശമ്പളത്തേക്കാൾ, നിങ്ങളുടെ വീടിൻ്റെ വലിപ്പത്തിനേക്കാൾ, നിങ്ങളുടെ ജോലിയുടെ അന്തസ്സിനേക്കാൾ കൂടുതലാണ്. എന്തിനേക്കാളും കൂടുതൽ ഡിവിഡൻഡ് പണം നൽകുന്നു. അധ്യായം 8. കാറിനുള്ളിലെ ആൾ ഒരു വിരോധാഭാസം. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ നിങ്ങളൊഴികെ മറ്റാരിലും മതിപ്പുളവാക്കുന്നില്ല. വാലറ്റായി ജോലി നോക്കുന്നതിൽ വലിയൊരു ഗുണമുണ്ട്. ഏറ്റവും മികച്ച കാറുകൾ ഓടിക്കാനുള്ള അവസരം കിട്ടും. അത്തരമൊരു കാറ് സ്വന്തമായി വേണമെന്ന് ആർക്കും മോഹമുണ്ടാകും. അതുണ്ടെങ്കിൽ താൻ മിടുക്കനാണെന്ന് എല്ലാവരും കരുതുമെന്ന് ഒരു തോന്നലുണ്ടാകും. താൻ പണക്കാരനാണ്, തനിക്ക് നല്ല അഭിരുചിയുണ്ട്, താൻ വലിയ ഒരാളാണ്, തന്നെ നോക്കൂ, ഇതൊക്കെയായിരിക്കും തൻ്റെ തോന്നൽ. പക്ഷേ അതിൽ ഒരു വിരോധാഭാസം ഉണ്ടായിരുന്നു. ആ കാറിന് ഉള്ളിലിരുന്നത് അത് ഓടിക്കുന്ന ആളെ താൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല എന്നത്. നല്ല ഒരു കാർ ഓടിച്ച് ആരെങ്കിലും വരുന്നത് കാണുമ്പോൾ ആ കാർ ഓടിക്കുന്ന ആൾ കൂൾ ആണല്ലോ എന്നാരും പറയാറില്ല. മറിച്ച് എനിക്ക് ഈ കാർ ഉണ്ടായിരുന്നെങ്കിൽ ആളുകളെല്ലാം ഞാൻ വളരെ കൂൾ ആണെന്ന് വിചാരിക്കും എന്നായിരിക്കും വിചാരിക്കുക. ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും ചിന്ത. ഇതിലൊരു വിരോധാഭാസമുണ്ട്. തന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, ആദരിക്കണം എന്നൊക്കെയുള്ള സന്ദേശം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് ആൾക്കാർ പണക്കാരനാവുന്നത്. എന്നാൽ വാസ്തവത്തിൽ അതല്ല സംഭവിക്കുന്നത്. ആ ആളുകൾ നിങ്ങളെ ആരാധിക്കുകയില്ല. അത് സമ്പത്ത് അഭിനന്ദനം അർഹിക്കുന്നില്ല എന്നു കരുതിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ സ്വത്തിനെ അവരുടെ തന്നെ ഇഷ്ടപ്പെടാനും ആദരിക്കാനുമുള്ള ആഗ്രഹത്തിൻ്റെ അളവുകോലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് വലിയ വീടുകളുടെയും ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കാര്യം. തങ്ങളെ മറ്റുള്ളവർ ആദരിക്കണമെന്നും പുകഴ്ത്തണമെന്നും ആഗ്രഹിക്കുമ്പോൾ തന്നെ വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിച്ചതിലും വളരെ കുറച്ച് ആദരവ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുകയും വേണം. ആദരവും പ്രശംസയുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് എങ്ങനെ നേടാനാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. വിനയം, ദയ, സഹാനുഭൂതി എന്നിവയായിരിക്കും കൂടിയ ഹോഴ്സ് പവറുള്ള കാറിനേക്കാൾ നിങ്ങൾക്ക് ആദരവ് നേടിത്തരിക. അധ്യായം 9. അദൃശ്യമാണ് യഥാർത്ഥ സമ്പത്ത്. പണമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനായി അത് ചെലവാക്കുന്നതാണ് പണമില്ലാതാകാനുള്ള എളുപ്പവഴി. പണത്തെ സംബന്ധിച്ചുള്ള വിരോധാഭാസത്തിൽ പ്രധാനമാണ് പുറത്ത് കാണിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. കൺമുന്നിൽ കാണുന്നതിനെ ബന്ധപ്പെടുത്തിയാണ് നാം സമ്പത്തിനെ കുറിച്ചുള്ള അനുമാനങ്ങൾ നടത്തുന്നത്. കാരണം അതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിവരം. ഒരു ആഡംബരക്കാർ വാങ്ങുമ്പോൾ അയാളുടെ സമ്പത്ത് അത്രയും കുറയുന്നു എന്നതാണ് സത്യം. വ്യാജരൂപം പ്രദർശിപ്പിക്കുന്നത് ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥയിൽ ഒരു വിലപ്പെട്ട വ്യവസായം തന്നെയായി വളർന്നിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ കാണാതെ പോകുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. വാങ്ങാതിരുന്ന നല്ല കാറുകളാണ് ആ സ്വത്ത്, രത്നങ്ങൾ, വാച്ചുകൾ, വേണ്ടെന്ന് വെച്ച് മാറ്റിവെച്ച വില കൂടിയ വസ്ത്രങ്ങൾ, കാണാൻ പറ്റാവുന്ന വസ്തുക്കളായി ഇതുവരെയും മാറ്റാത്ത സമ്പാദ്യങ്ങളാണ് യഥാർത്ഥ ധനം. ചെലവാക്കാതെ സൂക്ഷിക്കുന്നതാണ് സമ്പത്തെങ്കിൽ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്നൊരു ചോദ്യം വരാം. അധ്യായം 10. പണം സമ്പാദിക്കൂ. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേയൊരു ഘടകം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്നിൻ്റെ കാരണവും. എന്തൊരത്ഭുതം! പണം സമ്പാദിക്കേണ്ടതും ചെലവാക്കാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ആവശ്യമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കട്ടെ. അധികം സമയമൊന്നും ആവശ്യമില്ല.
പണം സമ്പാദിക്കണമെന്ന് ആരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? ഒരു പരിധിക്കപ്പുറം വരുമാനമുള്ളവരിൽ 3 തരക്കാരുണ്ട്. സമ്പാദിക്കുന്നവർ, സമ്പാദിക്കാൻ സാധ്യമാണെന്ന് വിശ്വസിക്കാത്തവർ, സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കാത്തവർ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂട്ടർക്ക് വേണ്ടിയാണ് ഈ ഭാഗം പറയുന്നത്. ഒന്നാമത്തെ ആശയം ഇത് വളരെ എളുപ്പമാണ്, പക്ഷേ അവഗണിക്കാനും എളുപ്പമാണ്. പണം സമ്പാദിക്കുന്നതും വരുമാനവും നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ തോതുമായി നല്ല ബന്ധമുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം നിങ്ങളെ പണക്കാരനാക്കും. എന്നാൽ ഒരു പ്രത്യേക നിക്ഷേപ തന്ത്രം പ്രാവർത്തികമാക്കുകയോ അത് എത്ര കാലം നിലനിൽക്കും, വിപണിയുടെ സഹായം ലഭിക്കുമോ എന്നീ കാര്യങ്ങളിലെല്ലാം എല്ലായ്പ്പോഴും സംശയത്തിലാണ്. ഫലങ്ങൾ എപ്പോഴും അനിശ്ചിതത്വത്തിൻ്റെ നിഴലിലാണ്. സ്വകാര്യ സമ്പാദ്യം, പിശുക്ക് ഇവ സമ്പത്തിൻ്റെ സംരക്ഷണവും കാര്യക്ഷമതയുമാണ് വെളിവാക്കുന്നത്. ചെലവ് ചുരുക്കിയുള്ള ജീവിതം, കാര്യക്ഷമത കൊണ്ട് പണം സമ്പാദിക്കാതെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി പ്രകാശമാനമായി തീരും. വരുമാനത്തിൽ നിന്ന് ആവശ്യത്തിന് ചെലവാക്കിയ ശേഷം മിച്ചം വരുന്ന പണം സംഭരിച്ചു വയ്ക്കുന്നതാണ് സമ്പത്ത്. വലിയ വരുമാനമില്ലെങ്കിലും സമ്പത്ത് ഉണ്ടാകണമെന്നും സമ്പാദിക്കുന്നതിൻ്റെ നിരക്ക് കൂടുതലാണെങ്കിൽ സ്വത്ത് സമ്പാദനം അസാധ്യമാണെന്നും മനസ്സിലാക്കിയാൽ ഇവയിൽ ഏതാണ് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യം വ്യക്തമാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വത്തിൻ്റെ മൂല്യം ആവശ്യത്തിന് ആനുപാതികമാണ്. വരുമാനത്തിൻ്റെ ഒരു തലത്തിനപ്പുറം ഉള്ളവർക്ക് ആവശ്യം അവരുടെ അഹംബോധത്തിൻ്റെ നിയന്ത്രണമാണ്. സമ്പാദിക്കാനുള്ള കഴിവ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളുടെ വരുതിയിൽ തന്നെയാണ്. സമ്പാദിക്കാൻ ഒരു പ്രത്യേക കാരണം ആവശ്യമില്ല. നമുക്ക് ലഭ്യമായ സമയത്തിനുള്ളിലുള്ള നിയന്ത്രണവും ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവുമാണ് സ്വത്തിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യമായ വരുമാനം. അധ്യായം 11. യുക്തിയേക്കാൾ നല്ലത് സാമാന്യ ബുദ്ധി. കടുത്ത യുക്തിയേക്കാൾ ഗുണകരമാകുന്നത് സാമാന്യ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ സഹമായി പെരുമാറുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെക്കുറിച്ച് ന്യായബോധവും യാഥാർത്ഥ്യബോധവും പുലർത്തുന്നതാണ് നല്ലത്. എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളെക്കുറിച്ചും പൂർണ്ണമായും യുക്തിസഹമായും ഇരിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുക എന്ന ഒരു സാമ്പത്തിക പദ്ധതി സ്വീകരിക്കുന്നത്. അധ്യായം 12. അത്ഭുതം. ചരിത്രം മാറ്റങ്ങളുടെ പഠനമാണ്. അതിനെ ഭാവിയുടെ ഭൂപടമായി ഉപയോഗിക്കുന്നതിൽ വിരോധാഭാസമാണ്. ആശ്ചര്യജനകമായ സംഭവങ്ങളുടെ പഠനമാണ് ചരിത്രം. എന്നാൽ നിക്ഷേപകരും സാമ്പത്തിക വിദഗ്ധരും അതിനെ ഭാവിയെക്കുറിച്ച് തെറ്റുപറ്റാത്ത നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു മാധ്യമമായിട്ടാണ് കണക്കാക്കുന്നത്. ചരിത്രകാരന്മാർ പ്രവാചകന്മാരാണെന്ന മിഥ്യാബോധം പല നിക്ഷേപകരെയും കെണിയിൽ വീഴ്ത്താറുണ്ട്. എന്നാൽ നിക്ഷേപകരെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനാകില്ല. നിക്ഷേപത്തെ തത്വാധിഷ്ഠിതങ്ങളായ ഒരു ശാസ്ത്രമായി കാണുകയാണെങ്കിൽ ചരിത്രം ഭാവിയിലേക്കുള്ള ഏറ്റവും മികച്ച മാർഗദർശിയായിരിക്കണം. എന്നാൽ നിക്ഷേപം എന്നത് ഒരു തത്വാധിഷ്ഠിത ശാസ്ത്രമല്ല. വലിയൊരാൾക്കൂട്ടവും പരിമിതമായ അറിവും വെച്ചുകൊണ്ട് നടത്തുന്ന വികലമായ ചില തീരുമാനങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ചിലപ്പോൾ മിടുക്കരായവരെയും ആർത്തിയുള്ളവരെയും പരിഭ്രാന്തിയുള്ളവരാക്കി തീർക്കും. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആധാരശില വസ്തുക്കളുടെ അനിവാര്യ മാറ്റത്തിലുള്ള വിശ്വാസമാണ്. നിക്ഷേപത്തിൻ്റെ ചരിത്രത്തെ കൂടുതലായി ആശ്രയിച്ച് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ
രണ്ടുതരം പ്രധാനപ്പെട്ട അപകടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്ന്, സൂചിയെ മുന്നോട്ട് നീക്കാൻ ഏറ്റവും ശക്തിയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ കാണാതെ പോയേക്കും. ചരിത്രപരമായ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, റെക്കോർഡ് തകർക്കുന്ന സംഭവങ്ങൾ. ഇവയാണ് സമ്പദ് വ്യവസ്ഥയുടെയും ഓഹരി വിപണിയുടെയും സൂചികൾ ഏറ്റവും ശക്തമായി നീക്കുന്നത്. 2, ഇന്നത്തെ ലോകത്ത് പ്രസക്തമായ ഘടനാപരമായ മാറ്റങ്ങൾ കണക്കിലെടുക്കാത്തതുമൂലം സമ്പദ് വ്യവസ്ഥയുടെയും ഓഹരി വിപണിയുടെയും ഭാവിയുടെ കാര്യത്തിൽ ചരിത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വഴികാട്ടിയായിരിക്കും. നിക്ഷേപ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്: എത്രത്തോളം പിന്നിലേക്ക് നാം പോകുന്നുവോ അത്രത്തോളം ഇന്നത്തെ ലോകവുമായി പൊരുത്തപ്പെടാനാവാത്ത കാര്യങ്ങളാണ് നമുക്ക് കാണാനാവുക. ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ദ ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റർ എന്ന പുസ്തകം തരുന്ന പാഠം ഇതാണ്: അടുത്ത കാലത്തെ ചരിത്രമാണ് ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല വഴികാട്ടി. പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചരിത്രത്തെ വിസ്മരിക്കണമെന്നല്ല, ചരിത്രത്തിൽ എത്രത്തോളം പുറകിലേക്ക് നോക്കുന്നുവോ അത്രയും സാധാരണമായ വിവരങ്ങളാണ് നാം അതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അധ്യായം 13, തെറ്റുകൾക്കും ഒരു ഇടം കാണുക. പിശക് പറ്റിയാൽ പകരം വയ്ക്കാനൊരു പദ്ധതി കൂടി തയ്യാറാക്കുക എന്നതാണ് ഏതൊരു പദ്ധതിയുടെയും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ളത്. ചീട്ടുകളി നടക്കുന്ന കാസിനോകൾ സാധ്യതയുടെ ചിറകിലേറിയാണ് കളിക്കാർ ചീട്ടുകൾ എടുക്കുന്നത്. ഇനി വരാനുള്ള ചീട്ടിൻ്റെ സാധ്യത അറിയുന്നത് എല്ലാ ചീട്ടുകളെക്കുറിച്ചും ഏതൊക്കെ ചീട്ടുകൾ പോയി എന്നും മനസ്സിലാക്കിയാണ്. സാധ്യതകൾ മാത്രമുള്ള ഒരു ഗെയിമിൽ വലിയ തുക വെച്ച് കളിക്കുമ്പോൾ ആ സാധ്യത തെറ്റായി വരികയും പണം നഷ്ടമാവുകയും ചെയ്യുന്നു. പിന്നീടുള്ള അവസരം നഷ്ടമാവുകയും ചെയ്യുന്നു. കളിക്കുന്നവർക്ക് തെറ്റുപറ്റാം എന്ന വീണ്ടും വിചാരം ഉണ്ടാവണം. അതിനായി ആസൂത്രണം ചെയ്യണം. പദ്ധതി വിചാരിച്ച രീതിയിൽ പോകാതിരുന്നാൽ എടുക്കേണ്ട നടപടികൾക്ക് കൂടി പദ്ധതി ഉണ്ടായി വേണം. കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അതിനെ മറികടക്കാൻ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോഴേക്കും സമ്പാദിക്കുകയാണ് വേണ്ടത്. ഓഹരി വിപണിയെ ആശ്രയിച്ചിരുന്നാൽ ചിലപ്പോൾ തകർച്ചയാണെങ്കിൽ എല്ലാം തകിടം മറിയാം. ഓഹരി തകിടം മറിയുമെന്ന് കരുതി ഓഹരികൾ പിൻവലിച്ചാൽ അതിലും വലിയ നഷ്ടമാകും. ചിലപ്പോൾ ഒരു രോഗം വന്നാൽ കരുതൽ പണമെല്ലാം ചികിത്സയ്ക്ക് മാറ്റിവെക്കേണ്ടി വരും. അതിനുള്ള പരിഹാരം ലളിതമാണ്. ഭാവിയിലെ വരുമാനം കണക്കാക്കുമ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കണം. അതിനുള്ള വക കൂടി കണ്ടുവയ്ക്കണം. അധ്യായം 14, നിങ്ങൾ മാറ്റം കൈവരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണം പ്രധാനമായി തോന്നുന്നത് മനുഷ്യരുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും കാലാനുസൃതമായി മാറ്റുന്നതുകൊണ്ടാണ്. മനഃശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് മനുഷ്യർ സ്വന്തം ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ പ്രാപ്തരല്ല എന്നത്. ഒരു ലക്ഷ്യമുണ്ടാക്കുന്നത് എളുപ്പമാണ്, രസകരവുമാണ്. മത്സരാധിഷ്ഠിതമായ ജോലികളിൽ എല്ലാ സമ്മർദ്ദങ്ങളുമുള്ള ഈ ലോകത്ത് അത്തരമൊരു ലക്ഷ്യം മുന്നിൽ വയ്ക്കുന്നത് അത്ര എളുപ്പമല്ല. ഈ സത്യം സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി പദ്ധതികൾ ഉണ്ടാക്കാനുള്ള കഴിവിനെയും കാര്യമായി ബാധിക്കും. ഒരുവൻ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പ്രായം കൂടുന്നതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ഇതിൽ 27% പേർ മാത്രം പഠിച്ച കോഴ്സുകളിൽ ജോലി ലഭിക്കുമ്പോൾ ബാക്കിയുള്ളവരിൽ 29% വീട്ടിലിരുന്ന് കാലം കഴിക്കും. സമ്പാദ്യമുണ്ടാവില്ല. തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിലും
ഭാവിയിൽ തങ്ങളുടെ വ്യക്തിത്വമോ ആശകളോ ലക്ഷ്യങ്ങളോ മാറില്ലെന്നും മനുഷ്യരുടെ വിശ്വാസത്തെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ എൻഡ് ഓഫ് ഹിസ്റ്ററി ഇല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പലരും ഭാവിയിൽ വരാൻ പോകുന്ന സാധ്യതകളെ നിസ്സാരമായി കാണുന്നു. ദീർഘകാല പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ വയ്ക്കേണ്ടത് 2 കാര്യമുണ്ട്. ഒന്ന്, സാമ്പത്തിക പദ്ധതികളുടെ ആസൂത്രണത്തിൽ തീവ്രമായ കാര്യങ്ങൾ നിരാകരിക്കണം. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മിതമായ സമ്പാദ്യം ഉണ്ടാക്കുക, കുറച്ചെങ്കിലും സമയം സ്വന്തമായി ചെലവഴിക്കുക, ജോലിക്കായും മറ്റും അമിത സഞ്ചാരം ഒഴിവാക്കുക, കുടുംബവുമൊത്ത് ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുക. ഇവയെല്ലാം താൻ പദ്ധതിയിട്ട ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കും. 2, മനസ്സുമാറ്റം എന്ന സത്യത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവണം. സത്യാവസ്ഥ അംഗീകരിക്കുകയും എന്നിട്ട് കഴിയുന്നത്ര വേഗത്തിൽ അതിൽ നിന്ന് മാറുകയും ചെയ്യുക. അധ്യായം 15, സൗജന്യങ്ങൾ ഇല്ല. എല്ലാറ്റിനും ഒരു വിലയുണ്ട്, പക്ഷേ എല്ലാ വിലകളും ലേബലിൽ കാണില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വില കണക്കാക്കുന്നതും അത് കൊടുക്കുന്നതും സുപ്രധാനമാണ്. ഇതിലുള്ള പ്രശ്നം പല വസ്തുക്കളുടെയും വില മറഞ്ഞിരിക്കുകയും പണം കൊടുക്കേണ്ട സമയം കഴിയുമ്പോൾ മാത്രം നാം അത് അനുഭവത്തിലൂടെ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നതാണ്. ഒരിക്കൽ ജനറൽ ഇലക്ട്രിക് കമ്പനി മുതലാളിത്തത്തിൻ്റെ മുഖച്ഛായയായിരുന്നു. ഒടുവിൽ അത് തകർന്നടിഞ്ഞു. കുറ്റം മുഴുവൻ സിഇഒയുടെ തലയിൽ ആയി. പിരിഞ്ഞു പോകുമ്പോൾ തൻ്റെ പിൻഗാമിയോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്: ഒരാൾ ചെയ്യുന്ന ജോലികളെല്ലാം എളുപ്പമായി തോന്നിക്കും. അങ്ങനെ തോന്നുന്നതിന് ഒരു കാരണമുണ്ട്. ഗോതയിൽ നിൽക്കുന്നയാൾ നേരിടുന്ന വെല്ലുവിളികൾ കാണികൾക്ക് അജ്ഞാതമാണ്. പുതിയ സിഇഒ കുറച്ചു കാലം മാത്രമേ പിന്നെ ആ ജോലിയിൽ ഇരുന്നുള്ളൂ. മിക്ക കാര്യങ്ങളിലും പ്രമാണത്തിൽ ഉള്ളതിനേക്കാൾ പ്രയാസമുണ്ടാക്കും പ്രവൃത്തിയിൽ. ചില സമയങ്ങളിൽ നമ്മുടെ അമിത ആത്മവിശ്വാസമായിരിക്കാം ഇതിന് കാരണം. അതിൽ കൂടുതലായി നമ്മൾ വിജയത്തിന് കൊടുക്കേണ്ടി വരുന്ന വില അറിയാഞ്ഞതിനാൽ അത് ഒടുക്കാൻ സാധിക്കാത്തതിനാലായിരിക്കും. പണം മുടക്കാതെ ആദായം നേടാൻ ശ്രമിക്കുന്നവരെ ധനത്തിൻ്റെ ദേവത അനുഗ്രഹിക്കാൻ സാധ്യത കുറവാണ്. അധ്യായം 16, നിങ്ങളും ഞാനും. നിങ്ങളുടേതായി വ്യത്യാസമുള്ള രീതി പിന്തുടരുന്നവരിൽ നിന്നും സാമ്പത്തിക ഉപദേശങ്ങളൊന്നും സ്വീകരിക്കരുത്. സാമ്പത്തിക മേഖലയിൽ പ്രചാരത്തിലുള്ള ഒരാശയം ഒറ്റനോട്ടത്തിൽ കുറ്റമറ്റതാണെങ്കിലും വാസ്തവത്തിൽ കണക്കാക്കാനാവാത്ത നഷ്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നിക്ഷേപകർക്ക് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും സമയചക്രവാളങ്ങളുമുള്ള ഈ ലോകത്തിൽ ആസ്തികൾക്ക് യുക്തിപൂർവമായ ഒരു വിലയുണ്ട്. നിക്ഷേപകർക്ക് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും സമയപരിധിയുമുള്ളപ്പോൾ ഇത് എല്ലാത്തരം ആളുകളിലും കാണാവുന്നതാണ്. ഒരാൾക്ക് പരിഹാസ്യമെന്ന് തോന്നാവുന്ന വില മറ്റൊരാൾക്ക് സ്വീകാര്യമായി തോന്നിയേക്കാം. കാരണം അവർ ശ്രദ്ധ ചെലുത്തുന്നത് വസ്തുക്കളുടെ വ്യത്യസ്തതയിലാണ്. നിങ്ങളുടെ വ്യക്തിഗത സാമ്പത്തിക ഐഡന്റിറ്റി കണ്ടെത്തി നിങ്ങളുടെ സ്വന്തം ഗെയിം കളിക്കുക. സ്വന്തം സമയചക്രവാളം മനസ്സിലാക്കുക. നിങ്ങളെക്കാൾ വ്യത്യസ്തമായ ഗെയിമുകൾ കളിക്കുന്ന ആളുകളും പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും കണ്ട് ബോധ്യപ്പെടാതിരിക്കുക. എന്നതിലുപരി ചില കാര്യങ്ങൾ പണവുമായി കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. അധ്യായം 17, ദോഷൈക ദൃഷ്ടിയുടെ പ്രലോഭനം. ശുഭാബ്ദി വിശ്വാസം ഉൽപ്പന്ന വിൽപ്പനയ്ക്കുള്ള സംസാരം പോലെയാണ്. അശുഭാബ്ദി വിശ്വാസം ആരോ നമ്മെ സഹായിക്കാൻ തയ്യാറാകുന്നതുപോലെയും. മനുഷ്യർക്ക് ഏറ്റവും അനുയോജ്യമായ കാഴ്ചപ്പാട് ശുഭാബ്ദി വിശ്വാസത്തിൻ്റെതാണ്. കാരണം അധികം ആളുകൾക്കും അധിക സമയവും ലോകം മെച്ചപ്പെട്ടുകൊണ്ടു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അശുഭാബ്ദി വിശ്വാസത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ദോഷൈക വിശ്വാസം
ശുഭാപ്തി വിശ്വാസത്തേക്കാൾ കൂടുതൽ വ്യാപകമാണെന്നത് മാത്രമല്ല, അത് കൂടുതൽ ആകർഷകരമായി തോന്നും. അശുഭാപ്തി വചനങ്ങൾ കേൾക്കുന്നവരുടെ ബുദ്ധിശക്തിയെ പ്രചോദിപ്പിക്കും. ശുഭാപ്തി വിശ്വാസ വാക്കുകളേക്കാൾ ആളുകൾ ചെവിക്കൊള്ളുക ഇതിനെയാണ്. കാരണം ശുഭാപ്തി വിശ്വാസം അപകട സാധ്യതകളെ അവഗണിക്കുന്നു എന്നാണ് പൊതുവായ തോന്നൽ. ശുഭാപ്തി വിശ്വാസത്തിൽ നല്ലതിനാണ് മുൻതൂക്കം. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അശുഭചിന്തകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. അശുഭാപ്തി വിശ്വാസം എല്ലായ്പ്പോഴും ശുഭാപ്തി വിശ്വാസത്തേക്കാൾ ബുദ്ധിപരവും വിശ്വസനീയവുമായി കാണപ്പെടും. എല്ലാം ശരിയാകും എന്ന് ആരോടെങ്കിലും പറഞ്ഞു നോക്കൂ, അവർ നിങ്ങളെ അവഗണിക്കും, അല്ലെങ്കിൽ നിങ്ങളെ സന്ദേഹത്തോടെ വീക്ഷിക്കും. നിങ്ങൾ അപകടത്തിലാണ് എന്ന് ആരോടെങ്കിലും പറയൂ, അവരുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ശുഭാപ്തി വിശ്വാസത്തേക്കാൾ അശുഭാപ്തി വിശ്വാസം സാധാരണവും എളുപ്പമുള്ളതും കൂടുതൽ ആകർഷണീയമാക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, പണത്തിൻ്റെ സർവ്വവ്യാപകമായ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. പണത്തിൻ്റെ ലോകത്ത് എന്തെങ്കിലും മോശപ്പെട്ട സംഭവം നടന്നാൽ അത് എല്ലാവരെയും ബാധിക്കുകയും എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുകയും ചെയ്യും. രണ്ട്, ശുഭാപ്തി വിശ്വാസികൾ ഇപ്പോഴത്തെ ഗതി നിരീക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്നതിനെക്കുറിച്ച് പ്രവചിക്കും. വിപണി എങ്ങനെ അതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകാമെന്ന കാര്യം അവർ വിസ്മരിക്കും. മൂന്ന്, പുരോഗതി കണ്ണിൽപ്പെടാത്ത വിധം സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ തിരിച്ചടികൾ വേഗത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് കണ്ണിൽ പെടാതിരിക്കില്ല. എല്ലായ്പ്പോഴും അത്യുത്തമമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവന് ഏറ്റവും നല്ലത് സംഭവിക്കുമ്പോഴും വലിയ സന്തോഷമൊന്നും തോന്നില്ല. ശുഭാപ്തി വിശ്വാസം പ്രതീക്ഷകളെ ചുരുക്കുന്നു. അതുവഴി സംഭവിക്കാവുന്നതും നിങ്ങൾ നല്ലതെന്ന് കരുതുന്ന സംഭവങ്ങളും തമ്മിൽ അകലം കുറയുന്നു. അധ്യായം 18. എന്തും വിശ്വസിക്കുമ്പോൾ. ആകർഷകമായ കഥകൾ സ്ഥിതിവിവര കണക്കുകളേക്കാൾ കൂടുതൽ ശക്തമാകുന്നതിൻ്റെ രഹസ്യവും. ഒരു അന്യഗ്രഹജീവിയെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് കരുതുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അവൻ്റെ ദൗത്യം. അവൻ ന്യൂയോർക്ക് സിറ്റിയുടെ മുകളിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും. 2007 2009 ആളുകളുടെ പെരുമാറ്റം ആഘോഷങ്ങളും ഒരുപോലെയാണെന്ന് കാണും. എന്നാൽ കുറച്ചുകൂടി താഴേക്കിറങ്ങി വന്ന് സൂക്ഷ്മമായി നോക്കിയാൽ സാങ്കേതികതയുടെ പുരോഗതി എല്ലായിടവും കാണുന്നുണ്ടെങ്കിലും 2007 അപേക്ഷിച്ച് 2009 വീടുകളിൽ ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കും. ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടത് മനസ്സിലാക്കും. സാമ്പത്തിക മേഖലയിലെ നഷ്ടത്തെക്കുറിച്ചും പുറമേ കാണുന്ന പകിട്ട് ഈ ഊതിപ്പെരിപ്പിച്ച കഥകളാണെന്നും മനസ്സിലാക്കും. ആ കഥകളൊക്കെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി സ്വയം ഉണ്ടാക്കിയ കഥകളായിരുന്നു. ജനങ്ങളുടെ വരുമാനമില്ലായ്മ ബാങ്ക് ലോണുകളുടെ തിരിച്ചടവിനെ വരെ ബാധിക്കും. നമ്മുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ കഥകൾ നിയന്ത്രിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു വസ്തുത സത്യമാകണമെന്ന് നിങ്ങൾ എത്രത്തോളം ഗൗരവമായി ആഗ്രഹിക്കുന്നുവോ മോഹിക്കുന്നുവോ അത്രത്തോളം തന്നെ അത് സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള സാധ്യതകൾ അധികമാക്കി പറയുന്ന കഥകൾ നിങ്ങൾ വിശ്വസിക്കും. ഒരിക്കൽ ഒരു പദ്ധതിയിൽ താല്പര്യം തോന്നുകയോ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുകയോ ചെയ്താൽ സാമ്പത്തികമായും മാനസികമായും അതിന് നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന പ്രത്യേകത പല സാമ്പത്തിക ഉപദേശങ്ങൾക്കും ഉണ്ട്. ഓരോ ദിവസവും അനന്തമായ വിജയസാധ്യതകൾ കാഴ്ചവെക്കുന്ന ഒരേയൊരു മേഖല നിക്ഷേപങ്ങളുടെ മേഖലയാണ്. 2, ഓരോരുത്തരുടെയും ലോകത്തെക്കുറിച്ചുള്ള ധാരണ അപൂർണമാണ്. പക്ഷേ അവ്യക്തമായ ഭാഗങ്ങൾ മറയ്ക്കാൻ നാമെല്ലാം പല കഥകളും മെനയും. തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വസ്തുതയെ അഭിമുഖീകരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അവരുടെ അജ്ഞതയെക്കുറിച്ച് ബോധവാന്മാരല്ല. കാരണം
തങ്ങളുടേതായ വീക്ഷണവും അനുഭവവും വെച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം അവർക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ആ അനുഭവങ്ങൾ പലപ്പോഴും വളരെ പരിമിതമാണെങ്കിൽ പോലും ഇതാണ് സംഭവിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ സങ്കീർണമായ ലോകത്തെ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെയെല്ലാം മോഹം. അതിനാൽ അജ്ഞാതമായ ഭാഗങ്ങൾ മറയ്ക്കാൻ നാം കഥകൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും. അധ്യായം 19. എല്ലാം ചേർത്ത്. നിങ്ങളുടെ പണത്തിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്ക് പറയാൻ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്കറിയില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് പണം ആവശ്യമായി വരികയെന്നത് എനിക്കറിഞ്ഞുകൂടാ. എന്തിനാണ് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളുടെ പണം എന്തു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരില്ല. ഓരോ ആളും തൻ്റെ പണത്തിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ എങ്ങനെ ബാധകമാക്കണമെന്ന് സ്വയം നിശ്ചയിക്കുമെങ്കിലും പണത്തിൻ്റെ കാര്യത്തിലും സാർവത്രികമായ ചില സത്യങ്ങൾ ഉണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുമ്പോൾ എളിമ നിലനിർത്താനും അല്ലാത്തപ്പോൾ ക്ഷമയും അനുകമ്പയും കൈവിടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അഹങ്കാരം എത്ര കുറവുണ്ടോ സ്വത്ത് അത്രയും വർദ്ധിക്കും. രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ധനവിനിയോഗം നടത്തേണ്ടത്. നിക്ഷേപകനെന്ന നിലയിൽ വിജയിക്കണമെങ്കിൽ നിക്ഷേപങ്ങളുടെ സമയപരിധി വർദ്ധിപ്പിക്കുക. തെറ്റുകൾ പറ്റുമ്പോൾ പരിഭ്രാന്തരാകാതിരിക്കുക. പകുതിയിലധികം സമയം തെറ്റുകൾ പറ്റിയാലും സമ്പത്ത് നേടാൻ സാധ്യമാണ്. സമയത്തിനുമേൽ നിയന്ത്രണം ലഭിക്കാൻ നിങ്ങളുടെ പണം ഉപയോഗിക്കുക. ഹൃദ്യമായി പെരുമാറുക. ആഡംബരം കുറയ്ക്കുക. സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. പണം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ഒരു പ്രത്യേക കാരണം ആവശ്യമില്ല. വിജയത്തിനു നൽകേണ്ട വില മനസ്സിലാക്കണം. അത് ഒടുക്കുക തന്നെ വേണം. തെറ്റുപറ്റാനുള്ള സാധ്യതയ്ക്ക് ഇടം കൊടുക്കരുത്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏതറ്റം വരെയും പോകരുത്. അപകട സാധ്യതകളെ സ്വാഗതം ചെയ്യുക. കാലം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യം കണിശമായിരിക്കണം. പ്രശ്നങ്ങളെ സ്വാഗതം ചെയ്യുക. അധ്യായം 20. ഏറ്റുപറച്ചിലുകൾ. എൻ്റെ സ്വന്തം പണത്തിൻ്റെ മനഃശാസ്ത്രം. മറ്റുള്ളവരോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും സ്വയം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതും തമ്മിലുള്ള അന്തരം അത്ര മോശമാകണമെന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ എടുത്തു കാണിക്കുന്നത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കുന്ന സങ്കീർണവും വികാരപരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഏതെങ്കിലും ഒരു ഉത്തരം മാത്രമാണ് ശരിയായതെന്ന് പറയുക അസാധ്യമാണ്. അത്തരം കാര്യങ്ങളിൽ ലോകവ്യാപകമായി സത്യമെന്ന് പറയാവുന്നതൊന്നില്ല. നിങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നല്ലത് ഏതൊന്ന് കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്യുവാനുള്ളത്. പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ കണക്ക് പുസ്തകങ്ങളിലല്ല രൂപം കൊള്ളുന്നത്. ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടണമെന്ന ഉദ്ദേശത്തിനും ഉപരിയായി തൻ്റെ ജീവിത പങ്കാളിയെയോ മക്കളെയോ വിഷമത്തിലാക്കരുതെന്നും ഉദ്ദേശത്തോടെയായിരിക്കണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ ഒരാൾക്ക് ശരിയാകുന്നത് മറ്റൊരാൾക്ക് ശരിയാകണമെന്നില്ല. ജോലിയിൽ നിന്നു ലഭിക്കുന്ന വരുമാനം എന്തുതന്നെയായാലും മിച്ചം പിടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ജോലി മാറി മാറി ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടാകില്ല. ഇത് ഒരുതരം സ്വാതന്ത്ര്യ അനുഭവിക്കലാണ്. മിച്ചം പിടിച്ച് ജീവിക്കുകയും ആഡംബരം കുറയ്ക്കുകയും ചെയ്താൽ കിട്ടുന്ന ഓരോ ഡോളറും സമ്പത്തായി മാറുന്നു. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സമയത്ത് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ് പണം മാറ്റിവെക്കേണ്ടത്. ഇത്ര വിപുലമായ അറിവ് നൽകുന്ന പണത്തെക്കുറിച്ചുള്ള അഗാധമായ ഒരു മനഃശാസ്ത്ര സമീപനം നൽകുന്ന പണത്തിൻ്റെ മനഃശാസ്ത്രം ദ സൈക്കോളജി ഓഫ് മണി എന്ന മോർഗൻ ഹൊസൈലിൻ്റെ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കണം.